PM ശ്രീ പദ്ധതിയെ ചൊല്ലി CPM CPI തമ്മിലടിയിൽ സംസ്ഥാന സർക്കാരിനും LDFനും ഇന്ന് നിർണായക ദിവസമാണ്. ഇന്ന് ഉച്ചതിരിഞ്ഞ് നിശ്ചയിച്ച മന്ത്രിസഭായോഗത്തിനു മുമ്പ് CPIയെ അനുനയിപ്പിക്കാനുള്ള തിരക്കിട്ട ചർച്ചകളാണ് CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസായ തിരുവനന്തപുരത്ത് AK സെന്ററിൽ ഇപ്പോൾ നടക്കുന്നത്. കൂടിയാലോചനകൾക്ക് ശേഷവും മുഖ്യമന്ത്രിയും MA ബേബിയും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ച ചെയ്യുമെന്ന് സൂചനയുണ്ട്. അനുനയ നീക്കങ്ങൾ ഫലം കണ്ടില്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കടുത്ത നടപടിയിലേക്ക് CPI നീങ്ങും എന്നുകൂടി വാർത്ത വരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം AK സെന്ററിൽ നിന്ന് മനീഷ് മഹിബാലും MN സ്മാരകത്തിൽ നിന്ന് R ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ശരിക്കും ഈ മന്ത്രിസഭാ യോഗത്തിൽ വിട്ടുനിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു കടുത്ത നടപടിയാണ്. അപ്പോൾ അതുമായി അവർ മുന്നോട്ട് പോകുമെന്നാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? SKN മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിലാണ് CPI ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ഏകപക്ഷീയമായി PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിൽ പ്രതിഷേധിച്ചാണ് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനം CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന സെക്രട്ടേറിയറ്റും കൈക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആ നിലപാടിൽ ഇതുവരെയും മാറ്റമില്ല. എന്നാൽ തിരക്കിട്ട അനുനയ നീക്കങ്ങൾ ഇരു പാർട്ടികൾക്കുമിടയിൽ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM ജനറൽ സെക്രട്ടറി MA ബേബിയും ബിനോയ് വിശ്വവുമായി ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് വീണ്ടും ചർച്ച നടത്താനുള്ള സാധ്യതയുണ്ട്. രാവിലെ AKG സെന്ററിൽ CPM നേതാക്കൾ ഒരുമിച്ചിരുന്നിട്ടുണ്ട്. എന്തായാലും ചർച്ചകൾ നടത്താനുള്ള ധാരണയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ബിനോയ് വിശ്വം ഇതുവരെ CPIയുടെ സംസ്ഥാന ആസ്ഥാനത്ത് എത്തിയിട്ടില്ല. അദ്ദേഹം രാവിലെ 10 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് എത്താൻ കഴിയുന്ന സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളോട് എല്ലാവരോടും ഇവിടെ MN സ്മാരകത്തിലേക്ക് വരാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇരുപക്ഷത്തും തിരക്കിട്ട കൂടിയാലോചനകളുണ്ട്. ഉച്ചയ്ക്ക് വൈകുന്നേരം 3:30 മന്ത്രിസഭാ യോഗം. ഈ മന്ത്രിസഭാ യോഗത്തിൽ CPI വിട്ടുനിന്നാൽ അതൊരു വലിയ സംഭവമായി മാറും. കാരണം 2017 തോമസ് ചാണ്ടിയുടെ കായൽ നികത്ത് ആരോപണ സമയത്താണ് സമാനമായ രീതിയിൽ CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ചത്. അന്ന് CPI ഉയർത്തിയ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു തോമസ് ചാണ്ടിക്ക് രാജിവെക്കേണ്ടി വന്നത്. സമാനമായ ഒരു സാഹചര്യം ഉരുത്തിരിയുന്നു. PMC പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന ആവശ്യം ഉയർത്തിയാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കാൻ CPI ഒരുങ്ങുന്നത്. SKN ഇനിയിപ്പോൾ തിരുവനന്തപുരം AKG സെന്ററിന് മുന്നിൽ നിന്ന് മനീഷ് മഹിബാൽ കൂടി ചെയ്തു. മനീഷ്, യഥാർത്ഥത്തിൽ ഈ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കാഴ്ചയല്ല, കാര്യമല്ല. എന്നാൽ എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ CPM നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്? SKN ഈ 3:30 മന്ത്രിസഭാ യോഗം ചേരുന്നതിന് മുൻപ് തന്നെ ബിനോയ് വിശ്വമായി ഒരു കൂടിക്കാഴ്ച നടത്തി ഒരു മഞ്ഞുരുക്കാനുള്ള സാധ്യത തേടുകയാണ് CPI. നേരത്തെ CPI മുന്നോട്ട് വെച്ച ഒരു ഉപാധി സബ് കമ്മിറ്റി മുന്നോട്ട് കൊണ്ടുവരും. അതായത് മന്ത്രിസഭയോ അല്ലെങ്കിൽ ഇടതു മുന്നണിയോ നേതൃത്വം നൽകുന്ന ഒരു സബ് കമ്മിറ്റി, 2 അംഗ സബ് കമ്മിറ്റി കൊണ്ടുവരികയും പദ്ധതി നിരീക്ഷിക്കാനായി ഈ സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുക. അങ്ങനെ ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ സിലബസിലടക്കം പദ്ധതി നിർവഹണത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ഉറപ്പും നൽകിക്കൊണ്ടായിരുന്നു ഈ സബ് കമ്മിറ്റി എന്ന ആശയം മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിൽ CPI നിലവിൽ ആ ഒരു തീരുമാനത്തോട് അംഗീകരിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ എങ്ങനെ മഞ്ഞുരുക്കാൻ സാധിക്കുമെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്താണെങ്കിലും CPM ഇതിൽ നിന്നും പിന്നോട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ വിട്ടു നിൽക്കുകയാണെങ്കിൽ CPIM കൂടി അവരുടെ നിലപാട് കടുപ്പിക്കും. നേരത്തെ കാർഷിക സർവകലാശാലയിലെ വിഷയം ഉയർത്തിക്കൊണ്ട് ഇന്നലെ രാത്രിയിലടക്കം കാർഷിക സർവകലാശാല VCയുടെ വീട്ടിലേക്ക് SFI പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു. അങ്ങനെ തങ്ങളുടെ ഒരു വകുപ്പിനെതിരെ CPI നിലപാട് കടുപ്പിക്കുന്നു. അതിന് വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും തെരുവിലിറങ്ങി സമരം ചെയ്യുന്നു. ക്യാബിനറ്റിൽ നിന്നും മന്ത്രിമാർ ഒഴിഞ്ഞു നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ CPIM അതേ നാണയത്തിലുള്ള മറുപടി നൽകാനുള്ള സാധ്യത നമുക്ക് ഇവിടെ കാണാൻ കഴിയും. കാരണം ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള വിട്ടുവീഴ്ചയ്ക്ക് CPIM തയ്യാറാകാനുള്ള സാധ്യതയിൽ ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നില്ല. അങ്ങനെയെങ്കിൽ നിലവിൽ ഈ കാർഷിക സർവകലാശാല വിഷയം മുന്നോട്ട് വയ്ക്കും. അതിലെ ഫീസ് വർധന അടക്കമുള്ള കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലാണെങ്കിലും ആ സാങ്കേതികത്വം മറന്നുകൊണ്ട് രാഷ്ട്രീയമായി തന്നെ നേരിടാൻ CPIM രംഗത്തിറങ്ങും. അങ്ങനെ രംഗത്തിറങ്ങുമ്പോൾ ഭരണപക്ഷത്തെ 2 പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ കൊമ്പ് കോർക്കുന്ന അസാധാരണമായ കാഴ്ച കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നു. അങ്ങനെ ഇന്നത്തെ കാതും കണ്ണും ഇന്ന് ചേരുന്ന CPMന്റെ സെക്രട്ടേറിയറ്റ് യോഗത്തിലൊപ്പം തന്നെ MN സ്മാരകത്തിൽ ചേരുന്ന യോഗത്തിലുമുണ്ട്. ഇന്ന് CPIയുടെ സെക്രട്ടേറിയറ്റിലുള്ള ആളുകൾ കൂടി തിരുവനന്തപുരത്തേക്ക് എത്താൻ CPI കൂടി ആഹ്വാനം നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരു CPI-CPM ഒരു ഉഭയകക്ഷി ചർച്ച ഉണ്ടാകുമോ? മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള അസാധാരണമായ തീരുമാനത്തിൽ CPI ഉറച്ചു നിൽക്കുമോ എന്നതാണ് നോക്കിക്കാണേണ്ടത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടെ സംബന്ധിച്ചാണ്. കാരണം ഈ ഒരു PM ശ്രീ പദ്ധതിയിൽ മുന്നോട്ട് പോകണം, കേന്ദ്രത്തിന്റെ 1500 കോടി നമുക്ക് ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന നിലപാടെടുത്ത വ്യക്തി മുഖ്യമന്ത്രിയാണ്. വിദ്യാഭ്യാസ മന്ത്രി അത് സാങ്കേതികമായി നടപ്പിലാക്കുകയും വിദ്യാഭ്യാസ സെക്രട്ടറി അടക്കം ഒപ്പിട്ടു എന്ന സാങ്കേതികത്വം മാത്രമാണുള്ളത്. മുഖ്യമന്ത്രി എന്ത് നിലപാടെടുക്കുന്നു, ഉപാധിയായി മുഖ്യമന്ത്രി ഇന്ന് എന്ത് നയം സ്വീകരിക്കുന്നു എന്നതാണ് ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ടത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.